അങ്ങനെ അമലിന് വേണ്ടി ക്യാഷ് അടിച്ചു മാറ്റിയ ബബിത അത് പതിയെ അലീനയുടെ ബാഗിൽ സേഫായിട്ട് വെക്കുന്നുണ്ട്. കാശ് കാണാതെ പോയ വൈജിയാണെങ്കിലോ അവിടെ കിടന്ന് അലമുറയിടുകയാണ്. അങ്ങനെ അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ബാലനും അതിൽ കയറി ഇടപെടുകയാണ്. എന്നാൽ അവസാന നിമിഷം അലീനയുടെ ബാഗിൽ നിന്ന് തന്നെ ആ പൈസ കണ്ടെടുക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതിൻ്റെ പാർട്ട് 1 സ്റ്റോറി നമ്മൾ ഇറ്റ്സ് മീ യാസിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുറന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ മാറട്ടോ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സ്റ്റോറിയാണ് ഈ പറയുന്നത്. അങ്ങനെ അലീന അവിടെ നിന്ന് നെഞ്ചുപൊട്ടി കരയാണ്. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പൈസ എടുത്തിട്ടില്ല, എൻ്റെ അക്കൗണ്ടിൽ അത്രയും പൈസയുണ്ട്, അതുപോലും ഞാൻ ഇതുവരെ 1 രൂപ പോലും എടുത്തിട്ടില്ല. പിന്നെ എനിക്കെന്തിനാ ഇതൊക്കെ? ഞാൻ കിട്ടുന്ന കാശെല്ലാം മാസം മാസം എനിക്കിടുന്ന ശമ്പളം എല്ലാം തന്നെ ഓരോ അനാഥാലയങ്ങൾക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുക. അർഹമല്ലാത്ത പൈസയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അക്കൗണ്ടിലെ പൈസ പോലും ഞാൻ എടുക്കാതിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഞാൻ ആ പൈസ എടുക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വൈകി ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാടി ഈ പൈസ നിന്റെ ബാഗിൽ വന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, പണ്ടിതുപോലെ ഒരു മോതിരം എൻ്റെ ബാഗിൽ വന്നത് മാഡം ഓർക്കുന്നുണ്ടോ? അതുപോലെ ആയിരിക്കും ഇതും. ഇനി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി മാഡം തന്നെ വെച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. ദേ, അനാവശ്യം പറയരുത്, ഞാൻ നിന്റെ മുറിയിലേക്ക് വന്നിട്ട് കൂടിയില്ല എന്ന് പറയുന്നുണ്ട്. ബാലൻ പറയാണ്, ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും കള്ളി ആരാണെന്ന് കണ്ടെത്തണം, അല്ലാതെ ഇത് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയാണ്. കൃഷ്ണ അലിനോട് പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി എടുക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പിന്നെ ഇത് അമ്മയുടെ പ്ലാനാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, ഇതാ മോളെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആകുമല്ലോ, അല്ലാതെ ഇങ്ങനെ മേഡത്തിൻ്റെ വായിന്ന് ഇതുപോലെ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. ഇത്രയും കാലം ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ, പക്ഷെ ഇപ്പോൾ ഞാൻ കള്ളിയാണെന്ന് വരെ പറഞ്ഞു. എൻ്റെ ബാഗിൽ നിന്ന് ആ പൈസ വീണപ്പോൾ എൻ്റെ മനസ്സിനേറ്റ ആഘാതം അത് മാറ്റാൻ കഴിയില്ല, ഞാൻ മാനസികമായി തകർന്നു എന്നൊക്കെ പറയാണ്. ഇത് ചേച്ചി, ഞങ്ങളുടെ എല്ലാ ധൈര്യം ചേച്ചിയാ. അച്ഛൻ ഹോസ്പിറ്റലായപ്പോഴും അമ്മ ഹോസ്പിറ്റലായപ്പോഴും ഏട്ടൻ ജയിലിലായപ്പോഴും എല്ലാം ഞങ്ങൾക്ക് ധൈര്യം നൽകിയത് ചേച്ചിയാ. ആ ചേച്ചി തന്നെ ഇങ്ങനെ തകർന്നു പോയാലോ? എങ്കിലും എന്നെ കള്ളിയാക്കിയില്ലേ മോളെ, ഞാനത് എങ്ങനെ സഹിക്കും എന്ന് പറയാണ്. പക്ഷേ ബബിതയ്ക്ക് ചെറിയൊരു വിഷമമാവുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അച്ഛനമ്മേനെ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചതാണല്ലോ. പക്ഷെ സാഹചര്യം കൊണ്ട് അമലിന് വേണ്ടി ആണല്ലോ ആ പൈസ കട്ടെടുത്തത്. എങ്കിലും അലീന ഇവിടെ നിന്ന് പോവെന്ന് അമൽ പറഞ്ഞുകൊണ്ട് തന്നെ അതെങ്കിലും നടക്കട്ടെ, അങ്ങനെയെങ്കിലും അച്ഛനമ്മ ഒന്നിക്കുമല്ലോ എന്ന് കരുതുകയാണ്. അങ്ങനെ വൈജി ആണെങ്കിലോ വീട്ടിലേക്ക് വിളിച്ചിട്ട് കമലിയോടും അതുപോലെ തന്നെ ശിവനോടും പറയുന്നുണ്ട്, ഇതുപോലെ ഇവള് പൈസ മോഷ്ടിച്ചു, അങ്ങനെ അവളുടെ ബാഗിൽ നിന്ന് പൈസ കിട്ടി എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപാടെ കേൾക്കാതെ മതി നമ്മുടെ കമലയാണെങ്കിൽ പോയി അത് മനുവിനോട് പറയുന്നുണ്ട്. മനു പറയാണ്, അമ്മ അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. എടാ, അവളൊരു അനാഥയാ, അവൾക്കേ കാശിനൊക്കെ ഇഷ്ടംപോലെ ആവശ്യമുണ്ടല്ലോ, അവൾ തന്നെ എടുത്തതായിരിക്കും. എൻ്റെ പൊന്നമ്മേ, അവളുടെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപയുണ്ട്, പിന്നെ എത്ര ചോദിച്ചാലും അങ്കിൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ എന്തിനാ അവൾക്ക് മോഷ്ടിക്കേണ്ട കാര്യം? എടാ, ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ ആൻറ്റി വിളിച്ച് പറഞ്ഞതാ. അവളുടെ ബാഗിൽ നിന്ന് ആ പൈസ കണ്ടെടുത്തു എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പോയി നോക്ക്, നിന്റെ അങ്കിളുണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്ക് എന്ന് പറയാണ്. ശിവൻ പറയുന്നുണ്ട്, ഇത് വൈദ്യര കളിയാണെന്നാടാ എനിക്ക് തോന്നുന്നത്. കമലി അങ്ങോട്ട് പോയതിനു ശേഷം കേട്ടോ പറയുന്നത്. അതെ അച്ഛാ, എനിക്കും തോന്നുന്നുണ്ട്. ആൻറ്റി ഇപ്പോൾ അവിടെ വന്നല്ലോ, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ആൻറ്റി മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആൻറ്റി തന്നെ അവളുടെ ബാഗിൽ കൊണ്ട് പൈസ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാണോന്ന് പറയാൻ കഴിയില്ല. ഞാൻ എന്തായാലും അങ്കിളിനെ വിളിച്ചു നോക്കട്ടെ. അങ്ങും പറഞ്ഞുകൊണ്ട് മനു അങ്കിളിനെ വിളിക്കുകയാണ്. ബാലനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ, ആഹാ, അത് അവിടെ അറിഞ്ഞോ? പിന്നെ അല്ലാതെ, ആൻറ്റി എപ്പോഴും അമ്മയെ വിളിക്കാറുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതാ. പിന്നെ അയാളുടെ കാര്യമാകുമ്പം അവർക്ക് പറഞ്ഞ ഇൻട്രസ്റ്റ് അല്ലേ. അല്ല അങ്കിളെ, എന്താ സംഭവിച്ചേ? എടാ, എനിക്കൊന്നും അറിയില്ല, വൈദ്യുതി പൈസ കാണാതെ പോയെന്ന് പറഞ്ഞു. അവളുടെ ബാഗ് ചെക്ക് ചെയ്തോളാൻ അവൾ ധൈര്യപൂർവ്വം പറയുകയും ചെയ്തു. ബാഗ് കുടഞ്ഞപ്പം അതിൽ നിന്നും ഒരു കെട്ട് നോട്ട് കിട്ടി. അത് കണ്ടപാടെ പിന്നെ വൈദ്യുതിയുടെ കാര്യം പറയണോ? അവൾ പിന്നെ അവളെ ചീത്തയോട് ചീത്തയായിരുന്നു.
ഞാൻ പോയി ഇടപെട്ടത് കൊണ്ടാ കുറച്ചെങ്കിലും ഒന്ന് സോൾവ് ആയത്. എന്താ സംഭവിച്ചെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ വൈദ്യു തന്നെ ആയിരിക്കും ഇത് ചെയ്തത്, എനിക്ക് സംശയമുണ്ട്. അപ്പം മനു പറയാണ്, ഞങ്ങൾക്കും അത് തന്നെ ഞങ്ങളെ, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നാണല്ലോ ആന്റിയുടെ വിചാരം. ഇനിയൊരു പക്ഷേ ആന്റി മനഃപൂർവ്വം അവളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? ആഹാ, അങ്ങനെയാണെങ്കിലേ അവളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഇപ്പോൾ അലീനെ കള്ളിയാക്കിക്കോണ്ടേ അവൾ ഇവിടെ നിൽക്കണ്ട. അങ്കിളെ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് നോക്കാം. ഇതെവിടം വരെ പോകുന്ന ഒന്ന് നോക്കാം. അങ്ങനെ നോക്കാനൊന്നും ഇല്ലടാ, നീ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ. അന്ന് ഹരയുടെ പ്രശ്നം സോൾവ് ചെയ്തത് നീയല്ലേ? അന്ന് ഇവളുടെ ബാഗിൽ ഇതുപോലെ കൊണ്ട് മോതിരം വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ എന്തുമാത്രം നാണം കെടുത്തി. ഇന്ന് അതുപോലെ തന്നെ പൈസ കൊണ്ടുവച്ചിട്ട് അവൾ നാണം കെടുത്താൻ ശ്രമിക്കുക. അത് ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു കടപ്പാട്ടൂരേക്ക് വരുന്നുണ്ട്. സ്വർണ്ണ വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം അലീന വന്ന് ഡോറ് തുറക്കായിരിക്കും. അലീന മുഖമൊക്കെ ആകെപ്പാടെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. മനു ചോദിക്കുന്നുണ്ട്, ആഹാ, മുഖമെല്ലാം നല്ല അവസ്ഥയിലായല്ലോ. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. താൻ ഇങ്ങനെ തളർന്നാലോടോ? എല്ലാവർക്കും ധൈര്യം കൊടുത്താൽ താൻ തന്നെ ഇങ്ങനെ ആയാലോ? ഇല്ല മനുവേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൃഷ്ണ അങ്ങോട്ടേക്ക് വരികയാണ്. കുഴപ്പമുണ്ട് മനുവേട്ടാ, ഇത്ര നേരം കരച്ചിലായിരുന്നു, മുറി തന്നെയായിരുന്നു. ഞാനും കുറേയൊക്കെ ഉപദേശിച്ചതാ, എവിടെ കേൾക്കാൻ. എന്താണോ ഇത്? താനല്ലേ നീ വീടിന് നെടുന്നോണ്? എല്ലാവരും ശരിയാക്കാനുള്ള എഗ്രിമെന്റ് താനല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്, തൻ്റെ സഹോദരനെയും അമ്മയും അച്ഛനെയും എല്ലാവരെയും. എന്നിട്ട് താൻ തന്നെ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. മനുവേട്ട സത്യം അടിഞ്ഞ് തകർന്നു പോയി. മനുവേട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, കാശ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അതെൻ്റെ ബാഗിൽ നിന്ന് കിട്ടുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ. ഞാൻ അതുവരെ ആൻറ്റിയോട് തർക്കിച്ച് മേഡത്തിനോട് തർക്കിച്ച് നിൽക്കായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ റിലേ പോയി. ഞാൻ ആകെപ്പാടെ തകർന്നു പോയി മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അങ്ങോട്ടേക്ക് പോയിട്ട് അതുപോലെ വൈജനെയും അങ്കിളിനെയും എല്ലാവരെയും വിളിച്ചു വരുത്താണ്. എല്ലാവരും ഹാളിൽ ആ ഒരു ഡെസ്കിന് ചുറ്റും വന്നിരിക്കുന്നുണ്ട്. അലീന, നീ ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അലീന വന്ന് മനുവിനോട് തിരുന്നപ്പോഴേക്കും വൈജ എഴുന്നിട്ട് പോകാൻ പോകുന്നുണ്ട്. ആൻറ്റി, ഇതിനോട് തീരുമാനം അറിയണ്ടേ? ആൻറ്റി ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. എന്തായാലും പുറത്തുനിന്നൊരു കള്ളൻ ഈ വീട്ടിലേക്ക് കയറിയിട്ടില്ലെന്ന് ഉറപ്പല്ലെങ്കിലേ ഞാൻ ചെക്ക് ചെയ്താടാ. CCTV ഒക്കെ ഞാൻ നോക്കി. ഇവിടെ ആരും അകത്തേക്ക് വന്നിട്ടില്ല. ആ പുറത്തുനിന്ന് ആരും തന്നെ വന്നിട്ടില്ല. ഞങ്ങളുള്ളവർ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ വീട്ടിൽ തന്നെ ആ കാശ് കാണണ്ടേ? അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, എന്നാൽ രാത്രിയിൽ ഞങ്ങൾ ഈ വീട് മൊത്തം അരിച്ചു പറക്കിയതാ. എല്ലാവരുടെ ബാഗിൽ നോക്കി, എവിടെയില്ല. ആൻറ്റിക്ക് ഉറപ്പാണോ അത്രയും കാശ് ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എനിക്ക് ഉറപ്പല്ലേ മനു, എൻ്റെ കാശ് എനിക്കറിയില്ലേ എന്ന് പറയുമ്പോൾ മനു പറയാണ്, അങ്ങനെയെങ്കിൽ ഈ വീടിനകത്തുനിന്ന് തന്നെയാ ആ പണം പുറത്തേക്ക് പോയിരിക്കുന്നേ. അലീനയുടെ ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമല്ലേ ആൻറ്റി കണ്ടുള്ളൂ. അപ്പോൾ ബാക്കി 10 ലക്ഷം രൂപ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഇവളെ കൊണ്ട് ആർക്കെങ്കിലും കൊടുത്തതായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്തു പോയെന്ന് ചോദിക്കുമ്പം ബബിതയും കൃഷ്ണമോളും അതുപോലെ ബാലചന്ദ്രനും പിന്നെ അലീനയും പുറത്തേക്ക് പോയി കേട്ടോ. ഓ, അപ്പോൾ 4 പേര് പുറത്തേക്ക് പോയി. നിങ്ങൾ 4 പേരും സസ്പെക്റ്റ് ആട്ടോ എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, മനുവേട്ടാ, ഞാൻ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോയി സാധനം വാങ്ങിച്ച് അപ്പോൾ തന്നെ തിരികെ വരികയും ചെയ്തു. ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. കൃഷ്ണ പറയാണ്, മനുവേട്ടാ, ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് തിരികെ വന്നേ ഉള്ളൂ. ഞാൻ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ബാലൻ പറയാണ്, ഞാൻ ജ്വല്ലറിയിൽ പോയി, പിന്നെ കോടതിയിലൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയി. ഞാനും ആരുടെയും പൈസ ഒന്നും എടുത്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ബബിത പറയാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. ഞാനും അങ്ങനെ പോയിട്ടുള്ളൂ, വേറെങ്ങും പോയിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 4 പേരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 4 പേരും ഒരാളാണല്ലോ കള്ളി എന്ന് പറയാണ്, അല്ലെങ്കിൽ കള്ളൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനു ഒന്നുകൂടെ ചോദിക്കുകയാണ്, ആൻറ്റി ഇനി ആ പൈസ ബാങ്കിലിടുകയോ വേറെ എന്തെങ്കിലും ആവശ്യം എടുക്കുകയോ ചെയ്തോ? ഇല്ല മനു, എനിക്ക് ഉറപ്പാ. ആ പൈസ ഞാൻ വിഡ്രോ ചെയ്ത പൈസയല്ലേ, അതെനിക്കറിയാലോ. ഇന്നലെ രാവിലെ കൂടി, ഇന്നലെയല്ല 2-3 ദിവസം മുന്നേ ഈ പൈസ പോകുന്നതിൻ്റെ ആ ഒരു 2 ദിവസത്തിന് മുന്നേ അന്ന് ബബിത വന്ന് എൻ്റെ ഡോറ് തുറന്ന് നോക്കിയില്ലടി. ആ സമയത്ത് ആ പൈസ ഉണ്ടായിരുന്നു. പിന്നീടാ ഞാൻ ഇവിടെ നിന്ന് അടച്ചു വെച്ചിട്ട് പോയത്. പിന്നെ ഞാൻ തുറന്നു നോക്കുന്നത് 2 ദിവസം കഴിഞ്ഞാ, അതായത് ഇന്നലെ. അപ്പോഴാ പൈസ മിസ്സായ വിവരം ഞാൻ അറിയുന്നത് എന്ന് പറയാണ്.
നനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. എന്തായാലും കൃഷ്ണയോ അലീനയോ ബാലനോ അതെടുക്കില്ല. പിന്നെ ബബിത എന്തിനായിരിക്കും അത് എടുത്തതെന്നാണ് അവൻ്റെ മനസ്സിൽ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ സംഭവം കണ്ടെത്തണം, അലീനയിൽ നിന്ന് ഇതാക്കണമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മനു പറയുന്നുണ്ട്, എല്ലാവരും 4 പേരെ ഫോണും എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചേ എന്ന് പറയാണ്. കൃഷ്ണയും അലീനയും അതുപോലെ ബബിതയും ബാലേന്ദ്രനും ഫോൺ എടുത്ത് വെക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ ഒന്ന് പേടിച്ചാണ് കേട്ടോ ഫോൺ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് മനു പറയാണ്, എല്ലാവരും പാസ്വേഡ് ഒന്ന് അഴിക്കുമോ എന്ന് ചോദിക്കുമ്പം അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വാട്സപ്പ് എടുത്ത് മനു പരിശോധിക്കുകയാണ്. ഈ സമയത്ത് അമല ക്യാഷിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചതും ക്യാഷിൻ്റെ കാര്യത്തിൽ മെസ്സേജ് അയച്ചിരിക്കുന്നതും സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഇത്ര ലക്ഷം രൂപയാണെന്ന് പറയുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബബിതയുടെ ഫോണിൽ കൃത്യമായിട്ട് തന്നെ വാട്സപ്പിലുണ്ട് കേട്ടോ. ബാക്കി 3 ഫോണും തിരികെ കൊടുത്തിട്ട് കള്ളിയെ കൈയോടെ പിടികൂടി എന്ന് മനു പറയാണ്. ഈ സമയം ബബിത ഉരുകി വേർക്കുകയാണ് കേട്ടോ. എന്താണ് നീ പറഞ്ഞത്? അപ്പൊ എൻ്റെ മോള് കട്ടുന്നാണോ നീ പറയുന്നേ? ആൻറ്റിക്ക് വിശ്വാസം ഇല്ലെങ്കിലേ ദേ നോയിക്കോ, അവളുടെ ഫോണല്ലേ ഇത് എന്ന് പറയാണ്. ബബിത ആണെങ്കിലോ ആ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കാനും അങ്ങനെ മറന്നു കേട്ടോ. ആ ഫോൺ അങ്ങനെ ആരും എടുക്കുന്നതല്ലോ. അങ്ങനെ ആ ഒരു ഫോൺ കാണിച്ചു കൊടുക്കാണ്. ഇത് കണ്ട പാടെ അവൾക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് നമ്മുടെ ബൈജിക്ക്. വൈജി ചോദിക്കുകയാണ് ചാടി എഴുന്നേറ്റ്, എന്താടി കാണുന്നൊക്കെ? ആരാടി ഇവൻ? എന്തിനാണ് നീ കാശ് കൊടുത്തേ എന്ന് ചോദിക്കുകയാണ്. അമ്മേ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കണം. അയലിന് ചേച്ചീനെ കുറ്റക്കാരിയാക്കാനല്ല. ചേച്ചി ഇവിടുന്ന് പോവാണെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഒരുമിച്ചാവുമല്ലോ. ചേച്ചി കാരണമല്ലേ 2 പേരും ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത്. ചേച്ചി ഇവിടുന്ന് പോവുകയാണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ ഒന്നാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ ചെയ്തതാണോ? ഓക്കെ, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നീ 1 ലക്ഷം രൂപ അലയുടെ ബാഗിൽ കൊണ്ടുവച്ചത് അവളെ കള്ളിയാക്കി വിടുന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബാക്കി 10 ലക്ഷം എവിടെ? നീ ഇത് ആർക്ക് കൊടുക്കാൻ നീ മെസ്സേജ് അയച്ചിരിക്കുന്നത്? അവനാണോ ആ മുടിയൻ എന്ന് ചോദിക്കുകയാണ്. ബാലൻ ചോദിക്കുകയാണ്, മുടിയനോ? അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അതേ അച്ഛാ, ഒരു മുടിയനുണ്ട്, ഒരു കഞ്ചാവുകാരൻ, അവനാ ചേച്ചിയുടെ ലൈൻ എന്ന് പറയുമ്പോൾ ബാലൻ ചാടി ഇരുന്നേക്കാണ്. എന്താണ് ഈ കേൾക്കുന്നതൊക്കെ? ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കാണ്. അച്ഛാ അച്ഛാ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഒറ്റയടി ആയിക്കോട്ടെ ബാലേന്ദ്രൻ അവളുടെ കവളത്ത്. ഇത് അപ്പോഴേക്കും അവളെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജ വരുന്നുണ്ട്. എവിടെടി എൻ്റെ കാശ്? 10 ലക്ഷം രൂപയാ, മര്യാദയ്ക്ക് പറടി, എനിക്കിപ്പോൾ വേണം എൻ്റെ കാശ് എന്ന് പറയുന്നുണ്ട്. അലീന പറയാണ്, ബബിത മോളെ നീ മാറിയെന്ന് വിശ്വസിച്ച് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നെ കള്ളിയാക്കിയത് എന്തിനാ? നീ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്രോളം ഉണ്ട്? അതുപോലെ മാനസികാവസ്ഥ ഞാനും അനുഭവിച്ചില്ലേ? എന്നോട് എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, പലനാൾ കള്ളി ഒരു നാൾ പിടിയില്ലെന്നല്ലേ? അന്ന് എനിക്ക് ഡൗട്ട് അടിച്ചതാ ചേച്ചി മാറിയെന്ന് പറഞ്ഞപ്പോഴേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല എനിക്കിവളെ കള്ളിയാക്കണമെന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ അമ്മയും അച്ഛനും ഒന്നിക്കുമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അലീന പറയാണ്, നിനക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് പറഞ്ഞിടാൻ മതിയായിരുന്നല്ലോ, ഞാൻ പോയി തരായിരുന്നു, പകരം എന്നെ കള്ളിയാക്കണ്ടായിരുന്നു. ബബിത പറയാണ്, എത്ര തവണ പറഞ്ഞതാ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി തരാൻ? നീയല്ലേ പോകാൻ സമ്മതിക്കാതിരുന്നത്? മനു പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ അമലിന് നീ എന്തിനാ കാശ് കൊടുത്തത്? അവൻ 10 ലക്ഷം രൂപ. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെ വിട്ട് ഞാൻ അവനെ പിടിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മനുവേട്ടാ, അത് വേറൊന്നുമല്ല, അമലിന് ഒരു ആക്സിഡന്റ് പറ്റി, ഒരാൾ മരിച്ചുപോയി അമൽ കാരണം. ആ പറയുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അമൽ ആ ഒരു കൊലപാതക കേസിൽ അകത്ത് പോകും. അത് പേടിച്ചിട്ടാ ഞാൻ ആ പൈസ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറയാണ്, അവൻ നിന്റെ ആരാടി? നിന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. എവിടുന്നോ കിടന്ന ഒരു കഞ്ചാവുകാരൻ, അവനൊക്കെ ഇത്രയും കാശ് കൊടുത്ത് സഹായിക്കാൻ നീ ആരാടി എന്ന് ചോദിക്കാണ്. വൈജ പറയുന്നുണ്ട്, എൻ്റെ എത്ര നാളത്തെ അധ്വാനമാണ് ആ പൈസയെന്ന് നിനക്കറിയോ? ഞാനേ കഷ്ടപ്പെടുണ്ടാക്കിയ പൈസയാ, മര്യാദയ്ക്ക് ആ പൈസ കൊണ്ടുപോടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് ആൻറ്റി? ആൻറ്റി ഇത്ര നേരം അലീനനെ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ മക്കളെ കക്കില്ലെന്നല്ലേ ആൻറ്റി പറഞ്ഞത്? ഇപ്പം എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കാണ്. നീ അവനെ വിളിക്ക്, ഇപ്പം തന്നെ എനിക്കെൻ്റെ കാശ് വേണം എന്ന് വൈജ പറയുമ്പം പേടിച്ച് വിറച്ചുകൊണ്ട് ബബിത അവനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അമല പറയാണ്, ബേബി നീ ഇതെന്താ പൈസ കൊണ്ടെന്നാലും ഞാനത് കൊടുത്തു, അതുകൊണ്ട് എല്ലാ കാര്യം സെറ്റായി.
ഞാനിപ്പോൾ ഫ്രീ ആയി. അല്ല, അലീനെ കുടുങ്ങിയോ എന്ന് ചോദിക്കാണ്. കുടുങ്ങിയടാ കുടുങ്ങി. മര്യാദയ്ക്ക് നീ കാശും കൊണ്ട് തിരികെ വന്നോ, അല്ലെങ്കിൽ ഇപ്പം നിന്റെ വീട്ടിൽ പോലീസ് വരുമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അത് കേട്ടപാടെ അമല് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി ബബിത വിളിക്കുമ്പോഴേക്കും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇത് കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ്റെ ഫോൺ നമ്പർ നീ ഇങ്ങോട്ട് താ, വീടിൻ്റെ അഡ്രസ്സും താ, കാശ് ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മനു പറയാണ്, അങ്ങളെ ഇപ്പം മനസ്സിലായില്ലേ, ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ ആ വീട്ടുകാരെല്ലാവരും ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ആ പ്രശ്നമൊക്കെ സോൾവ് ആകും. ബബിതേ, നീ ചെയ്യുന്ന എന്തുപോലെ തെറ്റാണെന്ന് നിനക്കറിയില്ല. നീ മാറിയെന്ന് ഞങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചു. നീയേ ഒരിക്കലും മാറില്ല. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരാളെ നീ വെറുതെ കെണിയിലാക്കിയില്ലേ. നീ അലിനോടും ചാടിക്കാനൊന്നുമല്ല, അമലിന് കാശ് വേണമായിരുന്നു, അതുകൊണ്ടാ നീ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ നീ അലിയുടെ മണ്ടയ്ക്ക് ചാർത്തിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി മേലാൽ ഇമ്മാതിരി പണി കാണിക്കരുത് ബബിതേ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഓടുന്ന് പോവാണ്. കരഞ്ഞുകൊണ്ട് അലിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിലോ ഒന്നും വയ്യാതെ അവിടെ നിൽക്കാതിരിക്കും. വൈജ് പറയുന്നുണ്ട്, ഞാനേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തോളാം. ആരും എനിക്ക് വേണ്ടി അവൻ്റെ വീട് തേടിന്ന് പോവണ്ട. പോലീസിൽ ഞാൻ അവനൊരു കേസ് കൊടുക്കാൻ പോവാ. എൻ്റെ വീട്ടിൽ നിന്ന് അവൻ പണം മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വൈജ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുമ്പം അവൾ പറയാണ്, അമ്മേ അങ്ങനൊന്നും ചെയ്യരുതേ, അവൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അവനെ ജയിലിലാക്കരുതേ എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാടി. എന്ന് നീ നാണം കെടുത്തിയില്ലേ, വീട്ടിൽ നിന്ന് കാശ് വരെ മോഷ്ടിച്ചുകൊണ്ട് പോവാറായി നീയല്ലേ, ഇനിയിപ്പോൾ നീ എന്തൊക്കെ മോഷ്ടിക്കും എന്ന് ചോദിക്കാണ്. ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, ഒരു വീടിനുള്ളിൽ തന്നെ കള്ളനും പീഡകനും അതുപോലെ വഞ്ചകയും എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പം എല്ലാം കൊണ്ട് തികഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി പോവാണ്. എന്താണ് അയാൾ പറഞ്ഞ ഉദ്ദേശം, ആരാ വഞ്ചകി എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി കാല് പിടിക്കുകയാണ്. ദയവ് ചെയ്ത് അമ്മളുടെ പേരിൽ കേസ് കൊടുക്കല്ലേ, ഞാൻ ആ കാശ് തരാൻ പറയാം, പക്ഷെ അവൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ മരിച്ചുപോയ ആളുടെ ബന്ധുക്കൾക്ക് ആ കാശ് കൊടുത്താ കേസ് ഒതുക്കി തീർത്തത്, അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് ആ കാശ് ചോദിക്കല്ലേ എന്ന് പറയുമ്പം, ഓഹോ എൻ്റെ എത്ര വർഷത്തെ അധ്വാനാന്നറിയാവോ അവനങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കൃഷ്ണമോളെ പറഞ്ഞ പോലെ വല്ല കഞ്ചാവ് ഓടിച്ചു നടക്കുന്ന അവനൊക്കെ വല്ല കഞ്ചാവ് ബിസിനസ്സും ചെയ്യാനായിരിക്കും ഇതൊക്കെ. അതിനെ എൻ്റെ സമ്പാദ്യം കൊണ്ട് പറ്റില്ല. നിന്റെ അച്ഛനുണ്ടല്ലോ, വേണമെങ്കിൽ പോയി മേടിച്ചു കൊടുക്ക്, അല്ലാതെ ഇതിനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ അവൻ ആരാണെന്ന് ഞാനൊന്ന് അറിയട്ടെ. നാളെ തന്നെ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്താ അവൻ്റെ അത്യാവശ്യമെന്ന് എനിക്ക് അറിയണമല്ലോ. പിന്നെ ഇനി മേലാൽ അവനെ കാണോ വിളിക്കുകയോ ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ പിടിച്ചു മേടിച്ചുകൊണ്ട് വൈജി മുറിൽ കയറി ഡോറടയ്ക്കാണ്. അങ്ങനെ അവനെ കാണാനായിട്ട് വൈജി പോവാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ബബിതയ്ക്ക് ആകെപ്പാടെ വിഷമമായിട്ട് ബബിത മുറിയിൽ കയറുന്ന കഥവടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജ ടാക്സി വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഈ കാര്യത്തിൽ ഇടപെടണ്ടായെന്ന് അവൾ പറഞ്ഞതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അതിലിടപെടുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവളോടുണ്ടായിരിക്കില്ല. അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി പ്രായമായവരാണേ. അവൻ എന്തിയെന്ന് ചോദിക്കുമ്പം ഇന്നലെ തൻ്റെ കൂട്ടുകാരുടെ കൂടെ എവിടെയോ പോയതാണ്, എവിടെ ഒരു ലോങ് ട്രിപ്പ് പോവാണെന്നാണ് പറഞ്ഞത്, എങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് അമ്മ പറയുമ്പം വൈജ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അയ്യോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് കൂടെയില്ല, അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായ വിവരം ഞങ്ങൾക്ക് അറിയത്തുമില്ല. അവൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കേട്ടു, അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല എന്ന് മാതാപിതാക്കൾ പറയാണ്. വൈജി പറയുന്നുണ്ട്, നിങ്ങളുടെ മോനെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞേരെ, 10 ലക്ഷം രൂപ എനിക്ക് 10 ദിവസത്തിനുള്ളിൽ കിട്ടണം. അതെൻ്റെ കഷ്ടപ്പാടിൻ്റെ പൈസയാ, അതങ്ങനെ കൊണ്ട് ഓർത്തും തിന്നാനും ഞാൻ സമ്മതിക്കില്ല. ആ പൈസ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ, നിങ്ങളുടെ മോൻ പിന്നെ ജയിലിൽ കിടക്കേണ്ട വരും എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വൈജി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ അച്ഛനമ്മയും പാവം അവർ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. ആ 10 ലക്ഷം രൂപ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്ത് അവർ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.